ഹലോ പ്രിയപ്പെട്ട കർഷകരെ, എൻ്റെ ചെറിയ കൃഷിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷി ചെയ്യാനായിട്ട് ഒഴിച്ചിട്ടുള്ള മണ്ണാണ്. ഇവിടെ കുറച്ച് പച്ചക്കറി ചെയ്യാന്ന് വെച്ചിരിക്കുന്നത്. പച്ചക്കറി, മീൻ, മുളക്, വെണ്ട, പയർ, അങ്ങനെ ചെറിയ ഈ സ്ഥലത്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരുക്കിയിട്ട മണ്ണിൽ നമുക്ക് എന്ത് വളം ചെയ്യാമെന്ന് ഇവിടെ തൊട്ടടുത്ത് സൊസൈറ്റിയുടെ കീഴിലൊരു വളം ഡിപ്പോ ഉണ്ട്. അവിടെ പോയി ചോദിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. അവിടെ കിട്ടുവാണെങ്കിൽ നമ്മളത് മേടിക്കും. അതുപോലെ നല്ല 10 വാഴ ഞാൻ കൊണ്ടുവരണേ. 10 വാഴകളെ കുഴി ഞാൻ അപ്പം കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വളം ചെയ്തിട്ട് നമുക്ക് കൃഷി തുടങ്ങാമെന്നുള്ളത് ഞാൻ ആ വളം ഡിപ്പോ ചോദിച്ചിട്ട് അത് വാങ്ങിക്കൊണ്ടുവരാൻ പോണേ. അപ്പോൾ നമുക്ക് വളം എടുക്കാൻ പോരെ. ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് വളം വാങ്ങാൻ പാട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് വല്ലം കടവിൽ നിന്ന് പാറപ്പുറം റൂട്ട് പുതിയോടത്തേക്കാണ് പോയിട്ടിരിക്കണേ. ഇത് ഞങ്ങളുടെ സ്വന്തം നാട് പാറപ്പുറം. പാറപ്പുറത്ത് പുതിയ റോഡ് വന്നേക്കുന്നതാണ്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല പുതിയൊരു റോഡ് വന്നു. ആ കാണുന്ന ഒരു അക്രേറ്റാണ്. ഈ അക്രേറ്റാണ് ഈ നാൾ വരെ നമ്മുടെ നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. പെരിയാറിൽ നിന്ന് ഈ അക്രേറ്റ് വഴി വന്നിട്ട് ചെറു കനാലിലേക്ക് വെള്ളം തിരിച്ചിട്ട് നമ്മുടെ വീടുകളിലേക്ക് വെള്ളം എത്തുന്നത്. ഇതാണ് ഞങ്ങളുടെ മനോഹരമായ പാറപ്പുറം ജംഗ്ഷൻ. ഈ പാറപ്പുറം ജംഗ്ഷൻ വികസനത്തിലാണ്. ഇത് ഞങ്ങളുടെ ലാഡ്ജിൻ്റെ കടയാണ്. പിന്നെ ബാക്കിയുള്ള കടകൾ ഇത് പാറപ്പുറത്തെ പള്ളിയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടെ പാറപ്പുറത്ത് നാടിൻ്റെ പാർട്ടി ഓഫീസ്, ലൈബ്രറി, ഇതൊരു സായാഹ്ന ശാഖ, മറ്റുള്ള കടകൾ നമ്മുടെ സ്വന്തം പരിചയക്കാരുടെ കടകളാണ്. ഇത് കഴിഞ്ഞ് ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ജംഗ്ഷൻ വരുന്നത് കോളനിപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. കോളനിപ്പടിയിൽ ഞങ്ങളുടെ നാടിൻ്റെ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാറ് വന്നിട്ടുണ്ട്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വികസനമാണ് ബാറ്. മദ്യപിക്കാൻ കാശുള്ളവർക്ക് മാത്രമല്ലേ ബാറിൽ പോയി കഴിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരു ബാറ് വന്നതുകൊണ്ട് നാട് വികസിച്ചു. നാട്ടിൽ സമ്പന്നരുണ്ടായതിൻ്റെ പ്രതീതിയാണ് ഹോട്ടൽ പനോരമിക്. ഇത് മുഖാന്തരം പഞ്ചായത്തിന് നല്ല ലാഭമുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിന് നല്ല ലാഭമുണ്ട്. പിന്നെ നമ്മുടെ ഈ കോളനിപ്പടി ആലഞ്ചോട് ജംഗ്ഷൻ, കോളനിപ്പടി ജംഗ്ഷനിൽ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പ്. പിന്നെ തോന്നിവാസത്തിന് ബൈക്ക് ഓടിക്കുന്ന ചേച്ചിമാർ. ഇത് ഞങ്ങളുടെ രാജേട്ടൻ്റെ സ്വന്തം കടയാണ്. ഈ രാജേട്ടൻ്റെ കട ഈ കട. നമ്മൾ എത്താൻ പോണത് നമുക്ക് അടുത്ത യാത്രയിൽ കാണുന്നത് നമുക്ക് ചിറങ്ങര ശിവക്ഷേത്രം കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ ഇത് നമ്മുടെ കൂട്ടുകാരുടെ AC വർക്ക്ഷോപ്പ് സെൻ്ററാണ്. റോഡ് വന്നതിന് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാം. നല്ല റോഡാണ്. ഇത് വളരെ മോശം റോഡാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്ന ചിറങ്ങര അമ്പലത്തിൻ്റെ ഒരു ഗോപുരമാണ്. ഈ അമ്പലത്തിൽ ഉത്സവം നടക്കാട്ടോ. അമ്പലത്തിൽ ഉത്സവം നടക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ആനയൊക്കെ വന്നിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഗോപുരം, ചിറങ്ങര മഹാദേവ ക്ഷേത്രം. ഈ വണ്ടി കണ്ടോ, ഏതൊരു ആനയെ കൊണ്ടിട്ടുണ്ട്. ആനയെ കൊണ്ടിട്ട വണ്ടിയാണത്. ഏത് ആനയാണെന്ന് അറിയില്ല, നോക്കിയിട്ടില്ല, പോയില്ല. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായയാണ് സ്കൂള്. വിദ്യാസമ്പന്നരായ തലമുറയെ വളർത്തിയെടുക്കുന്ന നമ്മുടെ പുതിയോടത്തൊരു സ്കൂളാണ് ഈ കാണുന്നൊരു സ്കൂളാണോ, ശക്തൻ തമ്പുരാൻ മെമ്മോറിയൽ UP സ്കൂൾ. ഇത് നമ്മുടെ സൊസൈറ്റിയാണോ, പുതിയോടത്തെ സൊസൈറ്റിയാണ്. ഇത് അവിടുത്തെ ഒരു ചെറിയ കൃഷി, അവിടെ വളം ഉണ്ടാവുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ബാക്കി. ഇതാണ് ഞങ്ങളുടെ വളം ഡിപ്പോ. കാണിച്ചപ്പാ, വളം ഡിപ്പോ കാണിച്ചപ്പാ. ഇതാണ് ഞങ്ങളുടെ വളം ഡിപ്പോ. ഇവിടുത്തെ വളം ഡിപ്പോ. ഇവിടെ എന്ത് വളമാണ് നോക്കാം കേട്ടോ. പോയോ മണ്ണ് കുറച്ച് പച്ചക്കറി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഏതാ? ഭൂമി ചെയ്യുന്നത് എത്ര സെന്റിന് അങ്ങനെയുണ്ടോ? കൃഷി ചെയ്യാൻ ഭൂമി ഒരുക്കിയിട്ടൊക്കെ ഉണ്ടോ? അപ്പൊ ഇതിട്ട് കൊത്തിയെടുക്കില്ല, അത് വെള്ളം ഒഴിക്കാതെ അതിട്ട് പിന്നെ ചെയ്ത പോലെ അതേ കൂടെ തന്നെ ചെയ്യണം. ഇത് കൂട്ടി ഇളക്കി സീഡ് വെച്ചിട്ട്
നമുക്ക് വെള്ളം ഇത് വയ്ക്കാം അല്ലേ? പുറത്ത് അറിയാമോ? നമുക്ക് ഇതിനകത്ത് കൊടുക്കുമോ? ചാക്ക് തപ്പാൻ പറ്റുമോ? ചാക്ക് തന്നോ ഇതിനോ? ഇതിനൊന്നും കൊടുക്കില്ല. ഇത് സമുദ്രയുടെ വള അല്ലേ? എന്തൊക്കെയാണുള്ള ഇത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഡിപ്പോയിൽ കിട്ടുന്ന വളമാണ്. ഇതിൽ കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി ഇത്ര സാധനം മിക്സ് ആക്കി കിട്ടും അതിൽ. അതിലെന്തൊരു കളു നമുക്ക് ഇപ്പം അത് 3 കിലോ ആയിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ജൈവവളം ഇട്ടാട്ടോ. ഒരു തരം കെമിക്കൽ ചേർക്കാതെ ജൈവവളം ഇട്ടിട്ടാണ് കൃഷി ചെയ്യാൻ പോണേ. അതിനാണ് ഇത് വാങ്ങാൻ പോകുന്നത്. 30-35 ചേർന്നേ. 5 കിലോ 5 കിലോ അപ്പൊ നമുക്ക് തൽക്കാലേ കുറച്ച് സ്ഥലത്ത് ചെയ്തിട്ട് പിന്നെ വരാം. ഇത് കിഴക്കുമാവും വളണ്ടിപ്പോലെ ബില്ലാണ്. ഞങ്ങൾ 5 കിലോ സമൃദ്ധി മേടിച്ചേക്കണം കൃഷി ചെയ്യാനായിട്ട്. ഞങ്ങൾ ഈ കാർഷിക വികസന കേന്ദ്രത്തിൽ നിന്നാട്ടോ ഞങ്ങൾ തൈ വാങ്ങുന്നത്. നമ്മൾ ഇവിടുന്നോട്ട് വാങ്ങാം. ഇതേതാ? മുളക് ഏതാ? മുളക് 5 മുളക് താ. എല്ലാം 3. ഇതെന്നാ? വെണ്ട 5 വെണ്ടതാ. 5 വെണ്ട, 5 പയറ്. ഇതെന്നാ ചി? തക്കാളി 5 തക്കാളി താ. ഇതാ അപ്പം അത് കാന്താരി. ഇത് 2 കാന്താരികളാ. ഇതാ അപ്പം ആ മുളക് 2 മുളകും വേണം. ഇതെന്താ? വഴുതനങ്ങ എടുത്തോ? 5 വഴുതനങ്ങ എടുത്തോ? ഒരു മുളക് ക്യാൻസൽ ചെയ്യാം. ഒരു മുളക്. ഇത് പറഞ്ഞ വെണ്ട. ഇത് അതിൻ്റെ ഉള്ളിലാണോ? കുറച്ച് വാഴ കുറച്ച് വാഴ വെക്കടാ. നല്ല കൊല കിട്ടി. Rentak.
പച്ചക്കറി കിട്ടിയിട്ടുണ്ട്, നമുക്കിത് നടാം. ഒന്ന് രണ്ട് തമിഴ്നാട്ടുകാരി ഹിന്ദിയാണോ സംസാരിക്കുക? ഹിന്ദിയിലാണ് അതെന്താണ്? അവിടെ നോക്കാൻ സ്ട്രീറ്റ് നിൽക്കാം. ടെക്സ്റ്റില് ഹിന്ദി ഉണ്ട്. വിഷയം പറയട്ടെ, സോഷ്യൽ നിനക്ക് സോഷ്യലും ബേസിക്കിനും പകരം GKയും EVSും. മുളകാണോ? അതെ നോക്കി. ഇത് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന മുളകാട്ടോ. എല്ലുപൊടി ആ സമൃദ്ധിയിലേക്ക് ഇട്ടിട്ട് ഇത് നമ്മൾ മുളക് നടാണ്.
വീട്ടിൽ കേട്ടാ ആ കുഴപ്പമില്ല. നീ ഇതിലേക്ക് തൊടി ഇതിലേക്ക് വന്നിട്ടോ. ഞാൻ നിർത്തി. ഇത് വഴുതന കേട്ടോ, നമ്മളിപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ വഴുതനയാണ്. കേട്ടോ അറ്റപ്പോ ഓണാക്കിയ ഓണാക്കിയ. ആ ഇത് തക്കാളി കേട്ടോ, ഇത് മാറിപ്പോയി എനിക്ക്. തക്കാളി ഇപ്പം നട്ടെ. ലാസ്റ്റ് നമ്മൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ആണ് ഇവിടെ കൃഷി ചെയ്തേക്കണം. 4 ഐറ്റം: മുളക്, വഴുതന, തക്കാളി,
ഗ്ലാസ് ചാരം ഇതിലിരിക്കുന്നത്. ഒരു ഗ്ലാസ് ചാരം, പിന്നെ 2 ഗ്ലാസ് ചാരം ഇട്ടു. ഒരു ഗ്ലാസ് സമൃദ്ധി അത് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വാഴ നടാൻ പോകണം. ഇതിലേക്ക് നമ്മൾ വാഴ നടണം. ഇതിലേക്ക് മണ്ണിട്ട് മൂടാണ്. ഒരു ഗ്ലാസ് സമൃദ്ധി നമ്മൾ അടുത്ത വാഴ നടാണ്. ഈ ആ ഇല മാറ്റിടാ. ആ ഇല മാറ്റി. ആ നട്ടോ നട്ടോ. ഇതാണ് ഈ ഓക്കെ. ഇനി നമുക്കിവിടെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അത് നമുക്ക് ഓരോ ദിവസം കുറച്ച് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാം. അപ്പോൾ ആ കൃഷിയൊക്കെ ഞാൻ നിങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ്. പറ്റാത്ത